Hi friends, welcome to our channel Came on Fire. Let us continue with our QSAT PVQs. Okay. First question: if the mass of a gas molecule be small m, then the root mean square speed of the gas molecule at temperature T will be. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? മ്യൂ ആർ എം എസ് ആണ്, ആർ എം എസ് വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. മാസ് എം ആണെന്ന് മാസ് സ്മോൾ എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യു നോ ദാറ്റ് ഡയറക്റ്റ് വാട്ട് ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അതിന് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. വൺ ഈസ് എന്താണ് നമ്മുടെ ഇത് തന്നെ 3kT/m സ്മോൾ എം. അനദർ ഈസ് ആക്ച്വലി 3 തന്നെ 3RT/ മോളാർ മാസ്. Again it is 3P/d. So K is our നമ്മുടെ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് T എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ. ദാറ്റ് ടെമ്പറേച്ചർ യു ഷുഡ് പുട്ട് ഇറ്റ് ഇൻ എന്താണ് കെൽവിനിൽ ടെമ്പറേച്ചർ കൊടുക്കണം. Again next is here the answer again next is our universal gas constant and then this is molar mass. This is our pressure and this one is our density. So here the answer is root kT/m. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയറിന് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് റിമെമ്പർ these 3 equations. Okay, 3kT, either they will give the values or they will just ask the equations. റൂട്ട് ഇടാൻ മറന്നു പോകരുത്. that's the only thing you have to take care. Okay. നെക്സ്റ്റ് തെർമോഡൈനാമിക്സിലെ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബട്ട് ജസ്റ്റ് ഞാനിതൊന്ന് സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഐസോബാറിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം പ്രഷറാണ്. സോ ഹിയർ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് PV = nRT. Pressure P is the pressure, V is the volume and N is the number of moles and here it is universal gas constant and here it is the temperature. So PV = nRT ആണ് നമ്മുടെ ബേസിക് ഓർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആ പ്രോസസ്സിൽ ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എൻ ഐസോബാറിക് ഒരു പ്രോസസ്സ് അത് ഐസോബാറിക് പ്രോസസ്സ് ആണെങ്കിൽ ദ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയി. ഈ എന്നും ആറും എന്താണ് N ആൻഡ് R ഈസ് ഓൾസോ കോൺസ്റ്റൻസ്. പിന്നെ ബാക്കിയുള്ളത് V യും T യും മാത്രമേ ഉള്ളൂ. സോ V ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? V1/V2 = T1/T2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആസ് പെർ നമുക്ക് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയതുകൊണ്ട് V1/V2 = T1/T2. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 എണ്ണം തന്നാൽ ഇഫ് ഇറ്റ് ഈസ് ഐസോബാറിക് ഏതെങ്കിലും ഒരു വോളിയം ദാറ്റ് വോളിയം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എപ്പോഴും ഓർക്കണം യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെൽവിൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഹയർ ടെമ്പറേച്ചറിൽ ഒരു വോളിയം 2V ആയി അല്ലെങ്കിൽ 2 times ആയി 3 times ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് ഹയർ ടെമ്പറേച്ചർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് എൻ ഐസോബാറിക് പ്രോസസ് യു ക്യാൻ ഡയറക്ട്ലി കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദിസ് ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് അതിന് ചെയ്യാം. V1/V2 = T1/T2. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാണാതെ പഠിക്കുകയാണെങ്കിൽ നല്ല കാര്യം. ബട്ട് കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും ഐസോബാറിക് ഈ ജസ്റ്റ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ബേസിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കുക. PV = nRT. അതിൽ P കോൺസ്റ്റൻറ്റ്. if it is P is constant, N R എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. then V is directly proportional to T ആണ്. അത് വെച്ചിട്ട് V1/V2 = T1/T2. okay, that you can take it as. so that is isobaric process. next is isochoric process. isochor എന്ന് പറഞ്ഞാൽ here the volume is constant. അവിടെ വോളിയം ആണ് ചേഞ്ച് ആവാത്തത്. വോളിയം is constant in that process. അങ്ങനെയാണെങ്കിൽ എന്താണ് this one is constant, NR is constant. പിന്നെ P യും T യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രപ്പോർഷൻ. സോ P is directly proportional to T. P is the pressure, T is our temperature. So there also this P1/P2 = T1/T2. So that is also നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ. നെക്സ്റ്റ് ഇസ് ഐസോതേർമൽ പ്രോസസ്. ഐസോതേർമൽ എന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ്. അവിടുത്തെ കേസിൽ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അഗെയിൻ യു ഹാവ് ടു പുട്ട് അവർ ബേസിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. ദെൻ P ഹിയർ എന്താണ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 3 സാധനവും ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ Vനെ നമ്മൾ അങ്ങോട്ടാക്കുവാണെങ്കിൽ P ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/V അല്ലെങ്കിൽ PV ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. സോ P1 V1 = P2 V2 = P3 എന്നാണല്ലോ എഴുതാം. സോ P1 V1 = P2 V2 എന്ന് പറയുമ്പോൾ എന്ത് വരും? P1/P2 = V2/V1. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. either you can take it as PV is a constant or P is in ഈ V നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. that is 1/V. so P is inversely proportional to V. so P1/V1 P1/P2 is equal to
V2 by V1. So it is inversely proportional to ബാക്കിയല്ല directly proportional. So these three processes കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡിയബാറ്റിക് പ്രോസസ് ഉണ്ട്. എപ്പോഴെങ്കിലും അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no heat exchange. ഹീറ്റ് അങ്ങോട്ട് പുറത്തേക്ക് പോകത്തില്ല. ഹീറ്റ് ഇൻസുലേറ്റഡ്, കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് സിസ്റ്റം, അങ്ങനെ അഡിയബാറ്റിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് നമ്മൾ ഡെൽറ്റ ക്യൂ, നമ്മൾ ലാസ്റ്റ് തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചു. ഇറ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ് ആണ്. ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഹീറ്റ് പഠിച്ചു. സോ ഇൻ അഡിയബാറ്റിക് പ്രോസസ് ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ ക്യൂ 0 ആയിരിക്കും. ഇതിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നില്ല. യു ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. Here it is P1 V1 raised to gamma. Gamma we know that it is എന്താണ് CP by CV. CP by CV ആണ്, it is gamma. So P1 V1 raised to gamma is equal to P2 V2 raised. അതായത് P1 V1 എന്ന് പറഞ്ഞാൽ it is a P1 PV raised to gamma, it's a constant. അതിനെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ T into V raised to gamma minus 1 is a constant. T gamma P1 minus gamma is a constant. So ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളൂ അധികമായിട്ടും. സോ അത് വെച്ചിട്ട് PV gamma is a PV raised to gamma is a constant. അങ്ങനെയാണെങ്കിൽ P1 V1 raised to gamma is equal to P2 V2 raised to gamma. അങ്ങനെ വെച്ച് P1 by P2 is equal to V2 by V1 raised to total raised to gamma. So ഈ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക ബിഫോർ ഡൂയിങ് ദ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇതുപോലത്തെ ഇതിനകത്തൊന്ന് എന്തായാലും ചോദിക്കും. Next question, for a monoatomic gas, the adiabatic relation between pressure and volume. So it is given that it's a monoatomic gas and it is given that it is an adiabatic relationship. Adiabatic system is adiabatic and it is a monoatomic. അപ്പോൾ monoatomic ആകുമ്പോൾ നമുക്ക് എന്തറിയാം, ഡിഗ്രി ഓഫ് ഫ്രീഡം F is equal to 3. ഇനി ഡയാറ്റമിക് ആയിരുന്നെങ്കിൽ F will be 5. അതിന് മൾട്ടി ആറ്റമിക് അല്ലെങ്കിൽ ട്രയാറ്റമിക് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 6. വൈബ്രേഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ദെയർ. ആൻഡ് ഇപ്പം നമ്മൾ പഠിച്ചു അഡിയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. PV to the power PV raised to gamma is equal to constant. So that is our equation that they have already given. PV is a constant എന്ന് പറയുന്നുണ്ട്. Now we just need to find the value of gamma. എല്ലാത്തിലും അത് തന്നെ വന്നിട്ടുണ്ട്. So PV അല്ല constant, PV raised to gamma is a constant. So what is gamma? Gamma is equal to CP by CV. CP നമുക്കറിയാം, it is R into F by 2 plus 1. Here also it is R into F by 2. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സാധാരണ ക്യാൻസൽ ചെയ്ത് കഴിയാം. വാട്ട് ഈസ് നെക്സ്റ്റ്? F by 2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ മോണോ അറ്റോമിക് ആയതുകൊണ്ട് F is 3 by 2 and it is plus 1 divided by again 3 by 2. So 3 by 2 plus 1 LCM എടുത്ത് കണ്ടു കഴിയുമ്പോൾ എന്ത് വരും? It is 5 by 2 and here it is 3 by 2. 2 doing cancel ചെയ്തു. It is gamma becomes 5 by 3. So 5 by 3. So P into V raised to 5 by 3 is a constant. So that is the equation. That is the answer for this question. Option B. So PV raised to gamma is a constant. You should know what is degrees of freedom. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. If you have to know this one and this one, ഇത് രണ്ടും അറിയാമെങ്കിൽ you can just substitute all these things. CP is the എന്താണ് R into F by 2 plus 1. Here is also universal constant into F by 2. F is the degrees of freedom. അത് നമ്മൾ എഴുതി. ഗാമയുടെ വാല്യൂ we got it as 5 by 3. അത് നമ്മളിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PV raised to gamma is a constant in the case of adiabatic process. അതുകൊണ്ട് PV raised, കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എല്ലാത്തിലും കണ്ടിട്ടുള്ളൂ. നമ്മൾ ടെമ്പറേച്ചറും ഒന്നും വോളിയം വെച്ചിട്ടുള്ളതൊന്നും അല്ല, ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് PV raised to gamma is a constant in the case of adiabatic process. അത് ഓർത്തിരിക്കുക എപ്പോഴും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. നെക്സ്റ്റ് ഒരു കാർനോട്ട് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A Carnot engine absorbs 750 joules of heat energy from a reservoir at 137 degrees centigrade. Okay, degree Celsiusലാണ് തന്നേക്കുന്നത്. And rejects 500 joules of heat during each cycle. Then the temperature in the sink. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ നമുക്കറിയാമല്ലോ. കാർനോട്ട് എഞ്ചിൻ എന്താണ്? ഒരു ഹീറ്റ് എനർജി. ഇവിടെ ഒരു റിസർവോയർ ഉണ്ടായിരിക്കും. റിസർവോയർ, ഈ റിസർവോയറിൽ ഒരു ഹൈ ടെമ്പറേച്ചർ അല്ലായാൽ ഹൈ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും? T1. ആ ഹൈ ടെമ്പറേച്ചർ എന്ത് പറ്റും? ആ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ കുറച്ച് എനർജി ഇങ്ങെടുക്കും. അതിൽ കുറച്ച് Q ഉണ്ടായിരിക്കും. സോ there is some heat energy. So that is Q1. ആൻഡ് ഇത് നമ്മൾ ഏതെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹീറ്റ് എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് എ
പർപ്പസ് ഓഫ് കാർനോട്ട് എൻജിൻ. എന്നിട്ട് നമ്മൾ ആ വർക്ക് ഡൺ ചെയ്തിട്ട് ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ഡൺ ചെയ്തു. പിന്നെ അത് സിങ്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ്. ആ സിങ്കിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹിയർ ഇറ്റ് ഈസ് Q2. അപ്പോൾ അതിൻ്റെ ഹീറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. ദാറ്റ് ഹീറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡൂയിങ് എനി വർക്ക്. ഏതെങ്കിലും ഒരു വർക്ക് ഡൺ ചെയ്തിട്ട് അത് സിങ്കിലേക്ക് എത്തും. സോ ദാറ്റ് ഈസ് സിങ്ക് ടെമ്പറേച്ചർ ഈസ് T2. അപ്പോൾ T1ൽ നിന്നും നമ്മൾ എന്താ ഗ്യാസോ എന്താണെന്ന് വെച്ചാൽ സംതിങ് വി ഹാവ് ടേക്കൺ വിത്ത് എ ഹൈ ടെമ്പറേച്ചർ വിത്ത് സം ടെമ്പറേച്ചർ മെയിൻലി അത് ഹൈ ടെമ്പറേച്ചറിലാണ്. ആ ഹീറ്റിനെ നമ്മൾ അന്നേരമുള്ള നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷൻ ടെമ്പറേച്ചർ ഈസ് T1, ഹീറ്റ് ഈസ് Q1 ആൻഡ് ദാറ്റ് ഹീറ്റ് വി ആർ യൂട്ടിലൈസിങ് ഫോർ വർക്ക് ഡൺ. ആൻഡ് ദെൻ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള Q1 ഇറ്റ് ഈസ് Q2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് T2. സോ നോർമലി ഇവിടെ കുറച്ച് ഹീറ്റ് ലോസ് എപ്പോഴും സംഭവിക്കും. സോ അതുകൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ആ എഫിഷ്യൻസി പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഫിഷ്യൻസി പറയുന്നത്. ബട്ട് ഹിയർ ദേ ആർ നോട്ട് ആസ്കിങ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് നോർമലി 1 മൈനസ് Q2/Q1. അത് തന്നെയായിരിക്കും 1 മൈനസ് T2/T1. ഈ ഇക്വേഷൻ കാർനോട്ട് എൻജിൻ്റെ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. വിത്ത് ദിസ് ഇക്വേഷൻ യു ക്യാൻ ഡു ഓൾമോസ്റ്റ് ഓൾ ദി പ്രോബ്ലംസ് ഇൻ കാർനോട്ട് എൻജിൻ. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്. ഹിയർ വാട്ട് ദേ ഹാവ് ഗിവൺ. അവർ തന്നേക്കുന്നത് എന്തൊക്കെയാണ്? എഫിഷ്യൻസിയാണ് ചോദിച്ചേക്കുന്നത്. അല്ല, എ കാർനോട്ട് എൻജിൻ അബ്സോർബ് 750 joules. സോ ഫസ്റ്റ് Q1 ഇറ്റ് ഈസ് ഗിവൺ as 750 joules. ഓക്കെ, ഹീറ്റ് എനർജി ഫ്രം എ റിസർവോയർ. കാർനോട്ട് എൻജിൻ കാർനോട്ട് എൻജിൻ്റെ റിസർവോയറാണ്. ആ റിസർവോയറിൽ നിന്ന് അത് ഒരു Q1 എനർജി അബ്സോർബ് ചെയ്തു. ദെൻ ബാക്കി അങ്ങോട്ട് കൊടുത്ത സിങ്കിൽ വന്നപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 500. സോ 200 ദേ ഹാവ് യൂട്ടിലൈസ്ഡ് ഫോർ എന്തോ ഒരു വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ട് ആ കാർനോട്ട് എൻജിൻ യൂട്ടിലൈസ് ചെയ്തു. ആൻഡ് ദെൻ T1 ഇറ്റ് ഈസ് ഗിവൺ ആസ് എത്രയാണ്? 137 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 7 3 10 11 ഇറ്റ് ഈസ് 2 3 4. സോ ദാറ്റ് മീൻസ് 410 കെൽവിൻ. കെൽവിനിലേക്ക് മാറ്റിക്കോളാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. സോ 410 കെൽവിൻ ഈസ് our temperature 1. then സിങ്കിലുള്ള ടെമ്പറേച്ചർ ആണ് T2 is what? that is given. സോ നമുക്ക് ഈ ഇക്വേഷൻ അറിയാലോ. എന്താണ് എഫിഷ്യൻസി? നമുക്ക് കണ്ടുപിടിക്കൊന്നും വേണ്ട, ഈ രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യുക. കാരണം Q1 വീനോ Q2 വീനോ T1 വീനോ T2 നമുക്ക് അറിയത്തില്ല. സോ 1 മൈനസ് Q2/Q1 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. അപ്പോൾ 1 മൈനസ് Q2 എത്രയാണ് നമുക്ക് കിട്ടിയത്? 500 750 ഈക്വൽ ടു 1 മൈനസ് T2 വി ഡോണ്ട് നോ. T2/410. ഓക്കെ, ഇത് എത്ര വരും? 25 2 250. ഓക്കെ, സോ 1 മൈനസ് 2/3 എന്ന് വെച്ചാൽ എത്രയാണ്? 1/3 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/410. ഇനി ഇത് ഇങ്ങോട്ട് വന്നാൽ അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ T2/410 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2/3 അല്ലേ? 2/3. ദെൻ T2 ഈസ് ഈക്വൽ ടു 410 ഇൻറ്റു 2/3. ഓക്കെ, 410 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 410 ഡിവൈഡഡ് ബൈ 3 11 3 9 എത്ര വരും? 2 6 3 18. സോ അഗെയിൻ ഇറ്റ് ഈസ് 0.66. അങ്ങനെ പോകും. സോ 130 ഇത് നമ്മൾ വിടുക. നമുക്ക് 136.67 കിട്ടി. 136.67 ഇൻറ്റു 2 ആണ് വന്നത്. 2 സോ 24 ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് 273.34 ആണ് കിട്ടിയത്. എത്രയാണ്? 273.34 കെൽവിൻ. ഇത്രയും കെൽവിനിലല്ലേ കിട്ടിയത്? ദാറ്റ് ഈസ് T2. സോ ബട്ട് T2 ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ഇറ്റ് ആസ് എത്രയാണ്? ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. സോ ദാറ്റ് വി ഹാവ് ടു ഡിവൈഡ് ബൈ 273 ആണ് മൈനസ് ചെയ്യാണ്. 273 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര കിട്ടും? 0.34 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സോ ഓപ്ഷൻ സി ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഈ കാർനോട്ട് എൻജിൻ്റെ എപ്പോൾ ചോദിച്ചാലും യു ജസ്റ്റ് റിമെമ്പർ this equation. eta is equal to 1 minus Q2/Q1 is equal to 1 minus T2/T1. Q1 എന്ന് പറഞ്ഞാൽ കാർനോട്ട് ഒരു റിസർവോയർ ഉണ്ട്, ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ റിസർവോയറിൽ നിന്ന് കാർനോട്ട് എൻജിൻ കുറച്ച് എന്തെടുക്കും? കുറച്ച് ഹീറ്റ് എനർജി എടുക്കും. അതിനെ ഇറ്റ് കൺവേർട്ട്സ് ഇൻറ്റു കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. സോ ദാറ്റ്സ് എ ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ്? നമുക്ക് എപ്പോഴും ഈ ഒരു കാർനോട്ട് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു ഹീറ്റ് ലോസ് ഉണ്ടാകും. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. സോ ജസ്റ്റ് യു റിമെമ്പർ ദാറ്റ് there is a reservoir, there is a sink. റെഫ്രിജറേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. സോ ഈ കാർനോട്ട് എൻജിൻ കുറച്ച് എനർജി ഇവിടുന്ന് എടുത്ത്
വർക്ക് ഡണ്ണിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും, ബാക്കിയുള്ളതാണ് സിങ്ക്. സോ ആ എഫിഷ്യൻസി അത് എപ്പോഴും 100% ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. സോ ദാറ്റ് എഫിഷ്യൻസി ഈറ്റ ഈസിക്കൽ ഐദർ ഇത് രണ്ടും തരുവാണെങ്കിൽ നമുക്ക് ഈറ്റ കണ്ടുപിടിക്കാം. അതായത് എഫിഷ്യൻസി ഈസിക്കൽ 1 - Q2/Q1. സോ ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് Q2 Q1 തന്നിട്ടുണ്ട്, T2 T1 തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും സെയിം ഇക്വേഷൻ ആണ്. 1 - Q2/Q1 = 1 - T2/T1. സോ ഐ തിങ്ക് ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഓൺലി ഇത് ഈ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ശ്രദ്ധിച്ച് ചെയ്യുക. കെൽവിൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് കെൽവിനിലേക്ക് എപ്പോഴും മാറ്റണം. ഓക്കെ. Next question is also simple. The efficiency of an ideal heat engine. Heat engine, Carnot engine എല്ലാം സെയിം ആണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചേക്കുന്നത്. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എഫിഷ്യൻസി വർക്കിംഗ് ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പോൾ നമ്മളോട് ഈറ്റയാണ് ചോദിച്ചേക്കുന്നത്. ഈറ്റ വി നോ ദാറ്റ് 1 - Q2/Q1 or it is equal to 1 - T2/T1. T2 എത്ര തന്നേക്കുന്നത്? T2 വർക്കിംഗ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് water and boiling point. Freezing point of water 0 degrees centigrade, boiling point is 100 degrees centigrade. Direct convert it into Kelvin, that is 273 Kelvin, and here it is 373 Kelvin. Okay, so Kelvin നമുക്ക് കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. Q1 Q2 നമുക്ക് അറിയത്തില്ല. So you just take the equation. Efficiency is equal to 1 - T2/T1. So it is equal to 1 - 273. സോ ഹിയർ ഇറ്റ് ഈസ് T2 കേട്ടോ. ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് മാക്സിമം ഹീറ്റിൽ നിന്നാണല്ലോ കുറഞ്ഞ ഹീറ്റിലേക്ക് പോകുന്നത്. സോ 373. സോ ഹിയർ ഇറ്റ് ഈസ് 273 ഡിവൈഡഡ് ബൈ 373. സോ എത്ര വരും? 373. എനിക്കൊന്നൊരു 0.7 എങ്ങാണ്ട. 73 1. നിങ്ങളിത് ഡിവൈഡ് ചെയ്ത് നോക്കി. നിങ്ങൾ സൈമൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. 7 49 50 51. സിസ്റ്റം 5 7 3 21 22 21 21 5 26. ഓക്കെ, 2613. 0.7 ഇൻറ്റു 2611. സോ വാട്ട് വിൽ ഗെറ്റ് ഹിയർ? ഹിയർ ഇറ്റ് ഈസ് 1. സോ ഹിയർ ഓൾസോ 1. സോ ഒരു 0 കൊടുക്കാം. ഹിയർ വിൽ ഗെറ്റ് അറൗണ്ട് 39 അല്ലേ. സോ 0.7 373 ഇൻറ്റു 3 എടുക്കുമ്പോൾ 3 എടുക്കും. സോ 11. സോ 1119. സോ 0.73 സംതിങ് കിട്ടും. സോ ലെറ്റ് ഇറ്റ് ബി 1 - 0.73. സോ ദാറ്റ് ഈസ് എത്രയായിരിക്കും? 0.27 അല്ലേ. 0.27 അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരും. സോ ദാറ്റ് മച്ച് പെർസെൻറ്റേജിലാക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 27%. പെർസെൻറ്റേജ് ആക്കുവാണെങ്കിൽ നമ്മൾ ഇതിനെ ടോട്ടൽ ഇൻറ്റു 100 ചെയ്യണേ. പെർസെൻറ്റേജിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദെൻ അറൗണ്ട് 27%. സോ അറൗണ്ട് 27 നമുക്ക് കിട്ടിയത് 26.8 ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. കാരണം നമ്മളിപ്പോൾ ഇത് ചിലപ്പോൾ 0.735 എബോ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 0.74. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, 26.8. So you have to remember this equation. Carnot engine അല്ലെങ്കിൽ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ എഫിഷ്യൻസി ഈസ് 1 ഈറ്റ 1 - Q2/Q1 is equal to 1 - T2/T1. They will give the values of either any of this Q or T. Okay. Next question. A cylinder contains hydrogen gas at pressure 249 kilopascal and temperature 27 degrees centigrade. Its density എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. Given the universal gas constant R is given as 83 joules per mole per K. അപ്പോൾ നമുക്ക് എന്തറിയാം? നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. PV is equal to NR into T. P is the pressure, V is the volume, N is the number of moles. അപ്പം this one is R into T. അപ്പോൾ number of moles നമുക്ക് എന്ത് എഴുതാം? M by capital M. Mass by molar mass into RT PV. And we know that density ആണ് ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് നമുക്ക് ഇവിടെ ഉണ്ട്, വോളിയം ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്ത് ചെയ്യാം? പി എം അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ PM ആയി ആർട്ടിനെ താഴേക്ക് കൊണ്ടുവരിക. ദെൻ ഇറ്റ് ബിക്കംസ് M by V അല്ലേ. ദാറ്റ് ഈസ് ദ റോ ഓർ ഡെൻസിറ്റി അല്ലേ. M by V എന്ന് പറയുന്നതാണ് അവർ ഡെൻസിറ്റി ഓർ റോ. അപ്പോൾ റോ ഈസ് ഗിവൺ ആസ് PM by RT. റോ ദേ ആർ ആസ്കിങ് വാട്ട് ഈസ് P. P ഈസ് ഗിവൺ ആസ് എത്ര പ്രഷർ തന്നേക്കുന്നത്? 249 kilopascal. Convert it into 249 into 10 to the power 3 pascals. Okay, that we got the P. പിന്നെ എന്താ നമുക്ക് വേണ്ടേ? മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ് നമുക്ക്? 2. And then R we know that 2 what R we know that
R we know, R നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? It is given as 83 joules അല്ലേ, 83 joules per mole per Kelvin തന്നിട്ടുണ്ട്. What we know the temperature. Temperature it is given that 27 degrees centigrade. It is 27 into 2 grams ആയിരുന്നു, 0.02 ആയിരുന്നു. So 27 degrees centigrade it is given as എത്ര തന്നിരിക്കുന്നത്? 27 പകരം നമുക്ക് 273 plus 27 എന്ന് പറഞ്ഞാൽ it is actually 300 degrees centigrade. Okay, that also we know, and we have to just substitute that one. Just a minute. Okay, you just substitute everything. Here it is rho is equal to what? Pm by RT. So just substitute P is equal to 249 into 10 to the power 3. What is a molar mass is 2 grams. So 2 into 10 to the power minus 3. It is kilogramമിലല്ലേ ബാക്കി എല്ലാം ഉള്ളത് നമ്മുടെ യൂണിറ്റ്. So then you have to divide that by 83, and what is temperature? It is 300 Kelvin. So 300. ഇനി ഇതെല്ലാം നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? So 2 it is 150 അല്ലേ, 9 4 13 14 15 3 കൊണ്ട് പറ്റുമായിരിക്കും. So 8 24 3 9. So here we will get 83. Here we will get 3 15 5 it is 50 അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ it is 8, and here we will get 3. Here 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം we will get 9 3 15 okay. So 8 ഡിവൈഡ് ചെയ്യും. So we will get 1/50. So that is എത്രയാ? 0.02 അല്ലേ. So our answer is 0.02 kg per m³ is the answer. Okay, so ഇതല്ലേ ഇത് കാൽക്കുലേഷൻ ഇച്ചിരി കൂടുതലായിരിക്കും എല്ലാത്തിലും. ജസ്റ്റ് റിമെമ്പർ ദിസ് ബേസിക് ഗ്യാസ് ഇക്വേഷൻ, യൂണിവേഴ്സൽ ഗ്യാസ് ലോ ഇക്വേഷൻ, PV = nRT. അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓൺലി തിങ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ കെൽവിൻ. ഓക്കെ, ഇനി സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് മാക്സിമം വെൻ. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു പെൻഡുലത്തിൻ്റെ കേസിൽ പറയുന്ന പോലെ പെൻഡുലം അങ്ങോട്ട് പോകും, അഗെയിൻ ഇറ്റ് കംസ് ടു ഇത് എക്സ്ട്രീം പോയിൻ്റ് ആണ്, ഇതിൻ്റെ മീൻ പൊസിഷനാണ്, മീൻ പൊസിഷൻ. ദെൻ അഗെയിൻ ഇത് ഇങ്ങോട്ട് പോകും, അതും അതിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണ്. അവിടുന്ന് പിന്നെ അതിന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസിയാണ്. അഗെയിൻ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കം ഹിയർ. സോ ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ, ഇത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ട് ബേസിക്കലി ഐ എം ജസ്റ്റ് ഇതിൻ്റെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി -k into x. K is our constant, and value of k is equal to m omega square mass into velocity square. So when we are substituting, it becomes k എന്ന് പറഞ്ഞാൽ m omega square into x mass into, actually this is a velocity, mass into velocity. So our velocity becomes എത്രയാണ്? omega square into x ആണ്. ഇറ്റ് ഈസ് അവർ വെലോസിറ്റി. ആ വെലോസിറ്റി x എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷനാണ്, ഇങ്ങോട്ട് മാറുമ്പോഴുള്ള x. അഗെയിൻ ഹിയർ ദ വെലോസിറ്റി ഈസ് ഹിയർ, ഈ ഡയറക്ഷനിൽ x തന്നെയാണ്. സോ വാട്ട് ഈസ് അവർ ആക്സിലറേഷൻ? അപ്പോൾ ആ x അല്ലല്ലോ ചോദിച്ചേക്കുന്നത്, എന്താണ് മാക്സിമം ചോദിച്ചേക്കുന്നത്? റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് മാക്സിമം ഇൻ SHM. റിസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, F is equal to -m into omega square into x. ഇതിൽ നമുക്ക് ഇത് മാക്സിമം ആവുന്ന ഏത് കേസിലാണ്? അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ആകുമ്പോൾ x എത്രയായിരിക്കും? x ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് x മാക്സിമം ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ മാക്സിമം x ആണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡായിട്ട് വരുന്നത്. സോ മാക്സിമം x എന്ന് പറയുന്നത് എൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് വരുന്നത്. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് മാക്സിമം എവിടെ വരും? അങ്ങ് മാക്സിമം x മാക്സിമം ആവുന്ന കേസിലാണ് വരുന്നത്. അതെന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാതെ കിടക്കുമ്പോൾ x becomes 0. ഈ കേസിൽ അതല്ല, കാരണം ഹിയർ x becomes 0 ക്രോസസ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ വരുമ്പോഴും അതെന്താണ്? അവിടുന്ന് പോയി തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്തും ഹിയർ ഓൾസോ x is equal to 0. സോ അതുമല്ല ആൻസർ. ഈസ് ഹാഫ് വേ ബിറ്റ്വീൻ ദ മീൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. ദിസ് ഈസ് മീൻ പൊസിഷൻ. ഇതാണ് ഇതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. ഇതിൻ്റെ ഒരു പകുതി വരുമ്പോൾ ഇത് എന്ത് വരും? ഇറ്റ് ബിക്കംസ് x/2. ആ പൊസിഷനിലാണോ ഇത് മാക്സിമം ആവുന്നത്? അല്ല. That is also not the case. Here x becomes x/2 ആണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അവർ x മാക്സിമം ആകുമ്പോൾ വെൻ x becomes its amplitude or maximum ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങേയറ്റം വരെ എക്സ്ട്രീം പോയിന്റ് വരെ നമ്മൾ പോയി കഴിയുമ്പോഴാണ് എന്ത്? ഇതിൻ്റെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ബിക്കംസ് മാക്സിമം. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ ജസ്റ്റ് റിമെമ്പർ ദീസ് ഇക്വേഷൻസ് ആൻഡ് ഈവൻ ദ ആക്സിലറേഷൻ ഇക്വേഷൻ. എല്ലാ ഇക്വേഷൻ ഇതിനകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കുറച്ച് ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കാനേ ഉള്ളൂ. ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ തിയറി പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.
Next is also a very simple question from simple harmonic motion. A particle is executing simple harmonic motion from center with an amplitude A. Amplitude is given as A. Amplitude is an extreme displacement and time period is T. Its displacement after 2T. അപ്പോൾ ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഒരു പെൻഡുലം തന്നെയാണെന്ന് വിചാരിക്കാം. സോ ഇത് ഇങ്ങോട്ട് പോയി, ദിസ് ഈസ് ഇറ്റ്സ് എക്സ്ട്രീം പൊസിഷൻ അല്ലേ, ഹിയർ ഇറ്റ് ഈസ് എക്സ്ട്രീം. സോ ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദിസ് വൺ ഈസ് എ, ഇതും എ തന്നെയാണ് അല്ലേ, ഇതും എ ആണ്. അപ്പോൾ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നാണ് ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് എന്താ, ഇതിൽ നിന്ന് ഈ മീൻ പൊസിഷനിൽ നിന്ന് ഈ ബോഡി എവിടെ എത്തി, ഒരു ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ, ഇത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി, പിന്നെ തിരിച്ച് ഇവിടെ വന്ന്, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോയി, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. സോ ദിസ് ഈസ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ ഇതൊരു T/4 ആയിരിക്കും. ഇത് ഒരു ടൈം പീരീഡ് T ആണെങ്കിൽ ഇതൊരു T/4, ഇതൊരു T/4, ഇതൊരു T/4. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ടൈം പീരീഡ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് പോയി ഇങ്ങോട്ട് വന്നു, പിന്നെ തിരിച്ച് ഈ എൻഡിൽ പോയി ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഇത് ക്ലോസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സൈക്കിൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുന്നത്. സോ ദാറ്റ് ഈസ് അവർ ടൈം പീരീഡ് T. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്ര പോയെന്നാണ് പറഞ്ഞത്, 2T പോയി. 2T എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നപ്പോൾ ഒരു T ആയി, എഗെയിൻ ഇറ്റ് അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ എത്തി. സോ എഗെയിൻ ഇറ്റ് കംസ് ടു മീൻ പൊസിഷൻ. അപ്പോൾ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആക്ച്വലി 0. ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഒറിജിനൽ പൊസിഷനിൽ തന്നെയല്ലേ തിരിച്ചു വന്നത്. പക്ഷേ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്. ആംപ്ലിറ്റ്യൂഡ് ഇതാണെങ്കിൽ എത്ര പ്രാവശ്യം ട്രാവൽ ചെയ്തു, 1 2 3 4 5 6 7 8 ടൈംസ് ഇത് ട്രാവൽ ചെയ്തതാണ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് വാസ് 8A ഡിസ്റ്റൻസ്. ബട്ട് ഹിയർ ദേ ആസ്ക് വാട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. കാരണം ഇത് സ്റ്റാർട്ടിങ് ഒറിജിനൽ മീൻ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തി. കാരണം 2T ആണ് ട്രാവൽ ചെയ്ത്. ഈവൻ വെൻ ദേ ആർ ആസ്കിങ് 3T 4T എത്ര T ചോദിച്ചാലും ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ, മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് വേണ്ടിയിട്ട് അതിങ്ങനെ പോയി തിരിച്ചിങ്ങനെ പോയി ഈ ഡയറക്ഷൻ തിരിച്ചു വരുമ്പോഴാണ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് 1 പീരീഡ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് 0. ഓക്കെ, സോ ഡിസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ദ ആൻസർ വുഡ് ബി 4A ആയേനെ കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് അല്ല ചോദിച്ചേക്കുന്നത്, 4A അല്ല 8A ആയേനെ, 4A അല്ല, അപ്പോൾ 8A ആയേനെ. പക്ഷേ ഹിയർ വാട്ട് ദേ ആർ ആസ്കിങ് എന്താണ് ചോദിച്ചേക്കുന്നത്, അവർ ചോദിച്ചേക്കുന്നത് നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.